ആദർശ പ്രതിബദ്ധതയില്ലാത്തവരാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരും. ഒരു രാഷ്ട്രീയത്തിൽ നാം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളും ആശയാദർശങ്ങളും ഇഷ്ടപ്പെട്ടിട്ടാണ് നാം അതിൽ ചേർന്ന് പ്രവർത്തിക്കുക. ഇത് പക്ഷേ ഇപ്പോൾ ആ പാർട്ടിയുടെ ആശയാദർശങ്ങളും നിലപാടുകളും ഉയർത്തിപ്പിടിച്ച് പ്രസംഗിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് നടന്നിരിക്കുന്ന നേതാക്കന്മാരായി തീർന്നിരിക്കുന്ന ആളുകൾ ഒരു വേള നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന സമയത്ത് ഉന്നതാധികാര സമിതി ചില ആളുകൾക്ക് സീറ്റ് കൊടുക്കുകയും ചില ആളുകൾക്ക് സീറ്റ് കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കാൻ കാരണം ഉണ്ടാകും. കാരണം എന്താ, ഇവിടെ ആകെ എത്ര സീറ്റാണ് ഉള്ളതെങ്കിൽ അതിനുള്ള ഓരോ സ്ഥാനാർത്ഥികളല്ലേ വെക്കാൻ പറ്റുള്ളൂ. നേതാക്കന്മാർ 100 കണക്കിനുണ്ടാകും എന്ന് വെച്ചിട്ട് സീറ്റുകൾ 100 കണക്കിനുണ്ടാവില്ലല്ലോ. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം ഉന്നതാധികാര സമിതി നടത്തുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ കൗശലം കണ്ടിട്ടായിരിക്കും അത് നടത്തുന്നത്. അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയില്ല, ആ സീറ്റ് എനിക്ക് വേണമായിരുന്നു, ഈ സീറ്റ് എനിക്ക് വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂടി കച്ചറയുണ്ടാക്കി കടിപിടി കൂടി അവസാനം സീറ്റ് നിഷേധം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ നേരെ ആദർശ വൈരികളായ മറു വിഭാഗം പാർട്ടിയിലേക്ക് തവളച്ചാട്ടം ചാടി ചെല്ലുന്നതും അവരുടെ ചാക്കിൽ അകപ്പെടുകയും ചെയ്യുന്നതും ഒരിക്കലും ക്ഷന്തവ്യമല്ല. അതൊരു വകതിരിവില്ലാത്ത ചെറിയ കുട്ടികളുടെ നിലപാടാണ്, ചാപല്യമാണ് എന്നെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മതനിരപേക്ഷത, മതസൗഹാർദ്ദം, മാനവിക ഐക്യം, മനുഷ്യ സ്നേഹം, ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്നീ ഉയർന്ന മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ് നാം കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നത്, CPMൽ പ്രവർത്തിക്കുന്നത്. ഈ 2 പാർട്ടിയുടെ പേരെടുത്തു പറയാൻ കാരണം നമ്മുടെ കേരളത്തിൽ ഈ 2 വിഭാഗമാണ് പ്രബല കക്ഷികൾ എന്ന നിലക്കാണ്. മതേതരത്വം പറയുന്ന 2 പ്രബല കക്ഷികൾ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രവർത്തിച്ചത് ഈ ആശയാദർശങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ആകണം. എന്നാൽ അതിൻ്റെ നേരെ വിപരീതമാണ് മനുഷ്യരെ തമ്മിൽ അടിപ്പിച്ച് മതസ്പർദ്ധയുണ്ടാക്കി തമ്മിൽ കലഹങ്ങളുണ്ടാക്കി അശാന്തി പരത്തി അസ്വസ്ഥതയുണ്ടാക്കി അക്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകി അക്രമികൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകി ഇവിടെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ തമ്മിലടിപ്പിക്കുന്ന വർഗീയ പാർട്ടികളായിരിക്കുന്ന പാർട്ടികളിലേക്ക്, പേരെടുത്ത് പറഞ്ഞാൽ BJP എന്ന് പറയുന്ന പാർട്ടിയാണ് പിന്നെ നമ്മുടെ കേരളത്തിൽ വർഗീയമായി ചിന്തിക്കുന്ന പാർട്ടിയുള്ള NDA മുന്നണി, ഈ വിഭാഗത്തിലേക്ക് മറുകണ്ഠം ചാടിപ്പോവുക എന്നുള്ളത് എത്രമാത്രം ആശയ പാപ്പരത്വമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കന്മാരായി തീർന്നത്? എനിക്ക് സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ BJPക്ക് പോവുകയാണ് എന്നും പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്നും ആ വിഭാഗത്തിലേക്ക് പോവുകയും അവരുടെ പണച്ചാക്കോ അവരുടെ അധികാരമോ മറ്റോ കണ്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ പാർട്ടി സീറ്റ് നിഷേധിച്ചതിലുള്ള പ്രതിഷേധം കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളൊക്കെ എത്ര വകതിരിവില്ലാത്ത ചപ്പ് ചവറുകളും ചപലകളുമാണ് എന്ന് ചിന്തിക്കേണ്ടതാണ്. ആദർശം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് എപ്പോഴും പ്രതിബദ്ധത ഉണ്ടായിരിക്കണം.